നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആദ്യത്തെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ലൊക്കേഷനിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ഫോൾഡർ നെയിം ഞാൻ HTML ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ ഒരു ഭാഗത്ത് വരിക. ഈ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും, ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡർ പ്രൊജക്റ്റ് ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ആയി വരും. ശേഷം നമുക്ക് ഈ വെൽക്കം എന്ന് പറയുന്ന ഈ വിൻഡോ നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ ഈ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ. നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഭാഗമാണ് നമ്മുടെ കോഡ് എഡിറ്റർ. ഇവിടെയാണ് നമ്മൾ കോഡ് എഡിറ്റ് ചെയ്യുന്നത്. ശേഷം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ഒരു ഐക്കൺ കാണാം. ഒരു ഫയലിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. സോ ഈ ന്യൂ ഫയൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ HTML ഫയൽ നെയിം നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന HTML ഫയൽ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ .html എന്ന് കൊടുക്കുന്നു. സോ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ HTML ഫയൽ നെയിമാണ്. .html എന്ന് പറയുന്നത് HTML ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ index.html എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഓപ്പണായി. സോ ഇവിടെ നമുക്കൊരു കോഡ് എഡിറ്റർ കാണാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കോഡുകളെല്ലാം എഴുതുന്നത്. സോ നമ്മൾ ആദ്യമായി ഇവിടെ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് എഴുതുന്നു. ശേഷം ഇത് സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത ശേഷം നിങ്ങൾക്കൊന്നുകിൽ ഫയൽ ഇവിടെ ഉപയോഗിച്ച് ഇവിടെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് Ctrl+S കീബോർഡിൽ പ്രസ് ചെയ്തും സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ വരിക. HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു HTML ഫയൽ കാണാൻ കഴിയും. സോ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്തിൽ നിങ്ങൾക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രൗസറും കാണാം. ഒന്നുകിൽ നിങ്ങൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ എഡ്ജിൽ ഓപ്പൺ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫയർഫോക്സ് ഉണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ മറ്റ് ബ്രൗസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുന്നു. സോ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നു. സോ നമ്മൾ ഒരു HTML ഫയലിൽ എന്ത് എഴുതിയാലും നമ്മൾ പ്രോപ്പറായിട്ടല്ലെങ്കിലും നമ്മളിവിടെ പ്രോപ്പറായിട്ടുള്ള ടാഗൊന്നും ഉപയോഗിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് എഴുതിയാലും അത് നമ്മുടെ വെബ് പേജ് ഓട്ടോമാറ്റിക്കായി തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ പ്രത്യേകം ഫോർമാറ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTML ഫയൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ടാഗോട് കൂടി HTML ഫയൽ ഹലോ വേൾഡ് എന്നിവിടെ നമ്മൾ കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഇത് നമ്മുടെ ബ്രൗസർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. സോ നമ്മൾ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ഒരു എഴുതിയാലും നമുക്ക് അത് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചത്. സോ നമുക്ക് ഇനി നമ്മുടെ പ്രോപ്പറായിട്ടുള്ള HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡിക്ലറേഷൻ ആണ്. ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡിക്ലറേഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രൗസറിനോട് പറയുന്നു നമ്മൾ ഈ കാണുന്ന ഈ ഫയൽ ഒരു HTML ഫയൽ ആണെന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സോ നമുക്ക് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഒരു ലെസ് ദാൻ ചിഹ്നം കൊടുക്കുക, അതിനുശേഷം എക്സ്ക്ലമേഷൻ പോയിന്റ്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഡോക് ടൈപ്പ്. സോ ഇതുപോലെ ഡോക് ടൈപ്പ് എന്ന് കൊടുക്കുക, അതിനുശേഷം HTML എന്ന് കൊടുക്കുക, ലെസ് ദാൻ ചിഹ്നം, അതിനുശേഷം ഒരു എക്സ്ക്ലമേഷൻ, ഡോക് ടൈപ്പ് HTML. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ കോഡ്. സോ ഈ കോഡ് പറയുന്നത് നമ്മുടെ ബ്രൗസറിനോട് ഈ കാണുന്ന ഫയൽ എന്ന് പറയുന്നത് ഒരു HTML ഫയലാണെന്ന്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ HTML ഫയൽ എന്ന് പറയുന്നത് നമ്മൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് ടാഗ്സുകൾ ഉപയോഗിച്ചാണ്, വിവിധ തരത്തിലുള്ള ടാഗുകൾ ഉപയോഗിച്ചാണ് നമ്മൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമായി വരുന്നത് HTML ടാഗാണ്. സോ അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മളിതുപോലെ HTML എന്ന് ഓപ്പൺ ചെയ്യുക, ഒരു ലെസ് ദാൻ ചിഹ്നം കൊടുക്കുക, അതിനുള്ളിൽ HTML എഴുതുക, അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ ചിഹ്നം കൊടുത്ത് അത് ഓപ്പൺ ചെയ്യുക. സോ ഇതാണ് HTMLൻ്റെ ഓപ്പണിംഗ് ടാഗ്, ഇതാണ് HTMLൻ്റെ ക്ലോസിംഗ് ടാഗ്. ക്ലോസിംഗ് ടാഗ് നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പണിംഗ് ടാഗ് പോലെ തന്നെ എഴുതിയതിന് ശേഷം ലെസ് ദാൻ ചിഹ്നം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ HTML ടാഗ് ഓപ്പൺ ചെയ്തു, അതുപോലെ ക്ലോസ് ചെയ്തു. സോ ഈ ഒരു HTML ടാഗിനുള്ളിലാണ് നമ്മുടെ HTML ഫയലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്നത്. നമ്മുടെ ബ്രൗസറിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്നത് ഈ HTML ഫയലിനുള്ളിലാണ്. സോ ഇതിനുള്ളിലാണ് നമ്മൾ വിവിധ തരത്തിലുള്ള ടാഗുകൾ എഴുതുന്നത്. സോ അതുപോലെ HTML ടാഗ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ടാഗാണ് ഹെഡ് എന്ന് പറയുന്ന ടാഗ്, ഹെഡ്. സോ ഹെഡും ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, ഹെഡ് അതുപോലെ ഇത് ക്ലോസ് ചെയ്യുക. പിന്നെ ഒന്ന് വരുന്നതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്ന ടാഗ്. സോ ബോഡി ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ടാഗ്സും നമ്മൾ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു.
സോ ഹെഡിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വെബ് പേജിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്. സോ നമ്മളത് പഠിക്കുന്നതാണ് എങ്ങനെയാണ് കൊടുക്കുന്നതെല്ലാം. സോ നമ്മൾ ഈ ഹെഡിലുള്ള കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് നമ്മുടെ വെബ് പേജിൽ കാണാൻ സാധിക്കുകയില്ല. അതെല്ലാം ഹിഡൻ ഇൻഫർമേഷനാണ്. സോ എക്സെപ്റ്റ് നമ്മുടെ ടൈറ്റിൽ ഒഴികെ. സോ നമ്മുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ടൈറ്റിൽ ബാറിൽ ഇവിടെ നമ്മൾ index.html എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ index.html എന്ന് പറയുന്ന ഫയൽ നെയിം കാണിക്കുന്നു. സോ നമുക്ക് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യണം. സോ ഞാനിവിടെ ടൈറ്റിൽ എന്ന് കൊടുക്കുന്നു. സോ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടൈറ്റിൽ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക. സോ ഞാൻ HTML എന്ന് കൊടുക്കുന്നു. സോ ഹെഡിനുള്ളിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സോ നമ്മളിവിടെ learn HTML എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തു. സോ ഇനി നമ്മൾ നമ്മുടെ ഈ ഫയൽ സേവ് ചെയ്ത ശേഷം നമ്മളിവിടെ വന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം learn HTML എന്ന് പറയുന്ന ഹെഡിങ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനുള്ള ഹെഡിങ് കൊടുത്തു. സോ ഇനി ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ നമ്മളവിടെ കോഡ് എഴുതുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതും ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം. ഇനി വരുന്നത് ഇത് നമ്മൾ കൊടുത്തത് ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ്. ഇനി വരുന്നത് ബോഡി എന്ന് പറയുന്ന ടാഗാണ്. സോ ബോഡി എന്ന് പറയുന്ന ടാഗിനുള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ കാണുന്നത്. ഉദാഹരണമായി ഞാനിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മൾ ഈ കാണുന്ന ഇത്രയും ഭാഗം, ഈ വൈറ്റ് ഭാഗം, സോ നമ്മളിവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. നമ്മളിവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ബോഡിക്കുള്ളിൽ എഴുതുന്നത്, ബോഡി എന്ന് പറയുന്ന ടാഗിനുള്ളിൽ എഴുതുന്നത്. സോ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ് എല്ലാം നമ്മൾ ഹെഡ് ടാഗിനുള്ളിലായിരുന്നു. ബാക്കി ഈ കാണുന്ന നമ്മളൊരു വെബ്സൈറ്റിൽ സാധാരണ കാണുന്ന ഭാഗങ്ങളാണ് നമ്മൾ ബോഡി എന്ന് പറയുന്ന ടാഗിനുള്ളിൽ വരുന്നത്. സോ നമുക്ക് ആദ്യമായി ബോഡി എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. സോ ഹെഡിങ് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു H എന്ന് പറയുന്ന ടാഗാണ്. സോ നമ്മൾ ആദ്യം കൊടുക്കുന്നത് H1 എന്ന് പറയുന്ന ഒരു ടാഗാണ്. H1 എന്ന് പറയുന്നത് നമുക്ക് വിവിധ തരത്തിലുള്ള ഹെഡിങ് കൊടുക്കാം. അതിൽ ആദ്യം വരുന്നതാണ് H1. സോ നമ്മൾ ഇവിടെ learn HTML ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ റീഫ്രഷ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം learn HTML എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്കിവിടെ ലഭിച്ചു. സോ ഇതുപോലെ നമുക്ക് 6 തരത്തിൽ ഹെഡിങ് കൊടുക്കാം. സോ നമ്മൾ ഹെഡിങ് H1 എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ് learn HTML എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തത്. സോ നമ്മളിവിടെ കോപ്പി ചെയ്ത് ഇത് 6 തവണ പേസ്റ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതുപോലെ നമ്മൾ രണ്ടാമത്തതിൻ്റെ H2 എന്നായി കൊടുക്കുന്നു. ക്ലോസ് ചെയ്യുന്ന അവിടെയും H2 എന്നായി കൊടുക്കുക. അതുപോലെ H3, H4, H5, H6. സോ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ വെബ് പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം learn HTML എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള 6 തരത്തിലുള്ള ഹെഡിങ് നമുക്ക് ലഭിച്ചു. സോ നമ്മൾ H1 ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ വെബ് പേജിൽ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ H ടാഗ് അഥവാ H1 ടാഗ്, H2 ടാഗ് തുടങ്ങിയ ടാഗ്സുകൾ ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം ഇവിടെ മനസ്സിലായി. സോ നമ്മൾ സൈസിലുള്ള വ്യത്യാസമാണ്. H1 ആണെങ്കിൽ ഏറ്റവും വലുതായിരിക്കും, H6 ആണെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കും. സോ H6 വരെ നമുക്ക് നമ്മുടെ ഹെഡിങ് കൊടുക്കാം. സോ ഇതാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ H1 ടാഗ്, H2 ടാഗ് എന്ന് പറയുന്ന ഹെഡിങ് ടാഗ് ഉപയോഗിക്കുന്നത്.